വിദ്യാർത്ഥികളെ, സ്ക്വയർ ത്രെഡിലുള്ള ടൂൾ ഗ്രൈൻഡിംഗ് എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. എക്സ്റ്റേണലും ഇന്റേണലും. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഒരു സ്ക്വയറിലുള്ള ത്രെഡിംഗ് ടൂളിന്റെ ആംഗിളുകൾ എക്സ്റ്റേണലും ഇന്റേണലും നൽകിയിരിക്കുന്ന ബ്ലാങ്കിൽ ഗ്രൈൻഡ് ചെയ്യുന്നത് എങ്ങനെ, ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഗ്രൗണ്ട് ആംഗിളുകൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെ. മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്. ഗ്രൈൻഡിംഗ് മെഷീൻ, grinding wheel, diamond wheels, tool holders, measuring instrument, thread gauges, grinding fluids. Process. ഒരു റഫ് ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിച്ച് വലതുവശത്തുള്ള അധിക മെറ്റീരിയൽ ആവശ്യമായ വീതിയിലും നീളത്തിലും നീക്കം ചെയ്യുക. ആറ് ഡിഗ്രി ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിളും 6 ഡിഗ്രി എൻഡ് കട്ടിംഗ് എഡ്ജ് കോണും ഗ്രൈൻഡ് ചെയ്യുക. ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് പരിശോധിച്ച് ±1 ഡിഗ്രി കൃത്യത നിലനിർത്തുക. RH സൈഡ് റിലീഫ് ആംഗിൾ 1 ഡിഗ്രിയും സൈഡ് ക്ലിയറൻസ് ആംഗിൾ 2 ഡിഗ്രിയും ഗ്രൈൻഡ് ചെയ്യുക. ആറ് ഡിഗ്രിയുടെ മുകളിലുള്ള റേക്ക് ആംഗിൾ ഗ്രൈൻഡ് ചെയ്യുക. ഒരു ഓയിൽ സ്റ്റോൺ ഉപയോഗിച്ച് കട്ടിംഗ് എഡ്ജ് ഹോൺ ചെയ്യുക. ഓർക്കുക, 1. ഉപകരണങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കുക. 2. ഗ്രൈൻഡിംഗ് സമയത്ത് കട്ടിംഗ് എഡ്ജ് ദൃശ്യമായിരിക്കണം. ഇന്റേണൽ ത്രെഡിംഗ് ടൂൾ ഗ്രൈൻഡിംഗ്. ഒരു ഇന്റേണൽ ത്രെഡിംഗ് ടൂൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് പെഡസ്റ്റൽ ഗ്രൈൻഡർ തയ്യാറാക്കുക. ഓർക്കുക, ടൂളുകൾ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഗ്രൈൻഡിംഗ് സമയത്ത് കട്ടിംഗ് എഡ്ജ് ദൃശ്യമായിരിക്കണം.
ഈ വീഡിയോയിൽ ഒരു സ്ക്വയറിലുള്ള ത്രെഡിംഗ് ടൂളിന്റെ ആംഗിളുകൾ എക്സ്റ്റേണലും ഇന്റേണലും നൽകിയിരിക്കുന്ന ബ്ലാങ്കിൽ ഗ്രൈൻഡ് ചെയ്യുന്നതും ഒപ്പം ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഗ്രൗണ്ട് ആംഗിളുകൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോകളിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.